ഉള്ളത് മ്യൂച്വൽ ഫണ്ടിന്റെ ഓവർലാപ്പ് ചെക്ക് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ മ്യൂച്വൽ ഫണ്ട് ഓവർലാപ്പ് ടൂൾ എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും നിങ്ങൾക്കിത്. ഇത് നിങ്ങൾ പേര് നോക്കണ്ട, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് മ്യൂച്വൽ ഫണ്ട് ഓവർലാപ്പ് ടൂൾ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഓവർലാപ്പ് എന്താണെന്ന് ഒരു ബേസിക് ആയിട്ട് ഫസ്റ്റ് പറയാം. നമ്മളിപ്പം ഒരേ കാറ്റഗറിയിലുള്ള രണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ സ്മോൾ ക്യാപ്പിൻ്റെ ഒരു ഫണ്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഫണ്ടല്ല, അതേ കാറ്റഗറിയിൽ വരുന്ന വേറൊരു ഫണ്ടിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. വേറൊരു അസറ്റ് മാനേജിങ് കമ്പനിയുടെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹോൾഡിങ്ങിൽ, അഥവാ അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് സെയിം ആണെങ്കിൽ, കൂടുതലും ഓവർലാപ്പ് ആണെങ്കിൽ നമുക്കതിൽ വലിയ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. നമ്മൾ രണ്ട് AMC ആയി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതല്ലാതെ വേറെ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. കാരണം രണ്ട് ഫണ്ട് ഒരേപോലെ പെർഫോം ചെയ്യും, ഒരേ മാർക്കറ്റ് കണ്ടീഷനിൽ എപ്പോഴും ഒരേപോലെ പെർഫോം ചെയ്യും. എന്നാലും നമ്മൾ രണ്ട് ഫണ്ട് സെലക്ട് ചെയ്യുന്നു, രണ്ടിൻ്റെയും ഹോൾഡിങ്ങിൽ ഡിഫറൻറ്റ് ഹോൾഡിംഗ് ആണ് അവർ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്, ഇത് ഒരു ഫണ്ട് ചിലപ്പോൾ താഴെ പോകുമ്പോൾ മറ്റേത് താഴെ പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബാലൻസ്ഡ് കിട്ടും. മനസ്സിലായോ എന്താണ് ബേസിക് ഓവർലാപ്പ് എന്നുള്ളത്? മനസ്സിലായി, ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നിപ്പോൺ ഇന്ത്യയുടെ ഒരു സ്മോൾ ക്യാപ്പ് നിങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു AMCയുടെ സ്മോൾ ക്യാപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം SBIയുടെ സ്മോൾ ക്യാപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ഫണ്ടും തമ്മിൽ ഇവർ ആദ്യത്തെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ കുറെ കമ്പനികളുടെ സ്റ്റോക്കിലാണല്ലോ, അവരുടെ ഹോൾഡിംഗിൽ സ്റ്റോക്കാണ് ഉണ്ടാകുക. SBIയുടെയിലും കുറെ സ്റ്റോക്കാണ് ഉണ്ടാകുക ആണല്ലേ. അപ്പൊ ഇവര് കീപ്പ് ചെയ്യുന്ന സ്റ്റോക്കിൽ എത്രത്തോളം കോമൺ ആയിട്ടുണ്ട് എന്ന് നോക്കാനാണ്. അഥവാ നിപ്പോൺ ഇന്ത്യയിലും കുറെ കമ്പനിയുടെ ഉണ്ട്, അതും അതേ കമ്പനി തന്നെ അപ്പുറത്തും ഉള്ളതെങ്കിൽ രണ്ടിലും ചെയ്യുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല, ഒരേ ഫണ്ടിൽ തന്നെ ചെയ്താൽ മതി. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഒന്നും കൂടെ ചോദിച്ചോ, ക്ലിയർ അല്ലെങ്കിൽ? കമ്പനി പക്ഷേ ഒരേ പ്രൊഡക്റ്റ്. അതെ, രണ്ട് കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് അവർ കീപ്പ് ചെയ്യുന്നതൊക്കെ സെയിം കമ്പനിയാണ്. ഇപ്പം നിപ്പോൺ ഇന്ത്യ കുറെ ടാറ്റയുടെ സ്റ്റോക്കിൽ ഇട്ടിട്ടുണ്ട്, മറ്റേതിൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെ മറ്റൊരു ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിൽ ഇട്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. രണ്ട് ഫണ്ട് ഒരേപോലെ പെർഫോം ചെയ്യും. അപ്പം നമ്മൾ രണ്ട് ഫണ്ട് എടുക്കുമ്പം രണ്ടും വ്യത്യസ്ത ഹോൾഡിംഗ് കീപ്പ് ചെയ്യുന്ന ഒരേ കാറ്റഗറിയിലുള്ള ഫണ്ടാണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ അവിടെ റിസ്ക് ഫ്രീ ആയി. അഥവാ ഒരു ഫണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ താഴെ പോകുമ്പോൾ മറ്റേത് താഴെ പോകണമെന്നില്ല, കാരണം അവരെ ഹോൾഡിംഗ് വേറെ ആണല്ലോ കമ്പനിയുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കല്യാൺ എന്നുള്ള ജ്വല്ലേഴ്സ് വലിയ രീതിയിൽ താഴെ പോയി. അപ്പം ഏതൊരു വലിയ നമ്മുടെ മോട്ടിലാൽ ഒസ്വാലിൻ്റെ 10% കല്യാണിലായിരുന്നു ഹോൾഡിങ് മിഡ് ക്യാപ്പ് ഫണ്ടിൽ. അപ്പം അതിന് ആ ഫണ്ടും വലിയ രീതിയിൽ താഴെ പോയി. അപ്പോൾ വേറൊരു ഫണ്ട് മിഡ് ക്യാപ്പ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അതിൽ കല്യാൺ ഇല്ലെങ്കിൽ ഈ എഫക്റ്റ് അവിടെ വരില്ല, ഈ ഒരു പ്രശ്നം അവിടെ ബാധിക്കില്ല. അതാ ഒരേ ഹോൾഡിങ് രണ്ട് ഫണ്ട് എടുക്കുന്നു ഒരേ കാറ്റഗറിയിൽ, ഇവർ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ഭൂരിഭാഗവും ഡിഫറൻ്റ് ആണെങ്കിൽ ഒന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് മറ്റേതിനെ ബാധിക്കില്ല, കാരണം അതിൽ വേറെ കമ്പനിയാണല്ലോ ഉള്ളത്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഉദാഹരണം ഇവിടുന്ന് ഇതാണ് ഓവർലാപ്പ് ടൂള്. ഇവിടുന്ന് ആദ്യം തന്നെ നമ്മൾ ഫണ്ടിൻ്റെ കാറ്റഗറി എടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഒരു ലാർജ് ക്യാപ്പ് എടുക്കുകയാണ്. ലാർജ് ക്യാപ്പ് ഫണ്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വരുന്ന രണ്ട് കമ്പനി ഇവിടെ കണ്ടോ. ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കാൻ ഒരു ഫണ്ടിൻ്റെ പേര് എടുക്കുക, ഏതാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ നിപ്പോണിൻ്റെ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് എടുത്തു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നിപ്പോണിൻ്റെ ലാർജ് ക്യാപ്പിൽ. രണ്ടാമത് ഇപ്പം നിങ്ങൾ തന്നെ ഒരു ഫണ്ടിൻ്റെ പേര് പറഞ്ഞോളൂ, ഏതെങ്കിലും ഒരു ഫണ്ടിൻ്റെ പേര്. SBIയുടെ നോക്കി, SBIയുടെ ഞാൻ ലാർജ് ക്യാപ്പും കൂടെ ബ്ലൂ ചിപ്പ് ഫണ്ട്, അത് ലാർജ് ക്യാപ്പ് ഫണ്ടാണ്, രണ്ടും സെയിം ആണ്. നിപ്പോണിൻ്റെ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാലും SBI ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാലും രണ്ടും ലാർജ് ക്യാപ്പ് ഫണ്ടാണ്. എന്നിട്ട് രണ്ട് ഫണ്ട് സെലക്ട് ചെയ്തു. നമ്മൾ എന്താണ് രണ്ട് ഫണ്ട് ആദ്യം നമ്മൾ ഫണ്ടിന്റെ കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യണം. സെലക്ട് കാറ്റഗറി ഏതിലാണ്, ഇപ്പോൾ ലാർജ് ക്യാപ്പ് എന്നുള്ള സെലക്ട് ചെയ്തു. ഇവിടെ എന്നിട്ട് രണ്ട് കമ്പനിയുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കമ്പനികളുടെ രണ്ട് ഫണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് അടിക്കുകയാണ്. ചെറിയൊരു ടൈം എടുക്കും ലോഡായി വരാൻ. ഉണ്ടോ, ഇവിടെ നമുക്ക് റിസൾട്ട് വന്നു. ഇതിൽ 54% കോമൺ ആണ് രണ്ട് ഫണ്ടും. ഇതിൽ രണ്ടാമത്തെ ഫണ്ടിനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നിപ്പോൺ ഇന്ത്യയിൽ 54% കോമൺ ആണ്.
ഫസ്റ്റ് ഫണ്ടിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ഫണ്ടിൽ വരുമ്പോൾ 66% കോമൺ ആണ്, ഏകദേശം കോമൺ ആണ്. ഭൂരിഭാഗം കോമൺ മ്യൂച്വൽ സ്റ്റോക്കുകളാണ് ഇവർ കീപ്പ് ചെയ്യുന്നുള്ളത്. ആ താഴെ വന്ന് കണ്ടോ 23 സ്റ്റോക്ക് ഈ രണ്ട് ഫണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഓക്കെ. അഥവാ ഒരു ഫണ്ടിന് എന്തെങ്കിലും ഒരു എഫക്ട് വന്നു കഴിഞ്ഞാൽ ഒരു മേജർ പാർട്ട് എന്താണ്, കോമൺ ഫണ്ടാണ്, രണ്ടും ഒരേപോലെ പെർഫോം ചെയ്യും. അപ്പൊ നമ്മൾ വേറെ എന്ത് ചെയ്യുക, SBI അല്ലാതെ വേറെ കമ്പനിയുടെ ഒരു ലാർജ് ക്യാപ്പ് എടുത്ത് നോക്കുക, എന്നിട്ട് നോൺ കോമൺ ആയിട്ട് കൂടുതൽ ഏതാണ് വരുന്നത്, ഇത് രണ്ടും എടുക്കുന്നതായിരിക്കും നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് കുറച്ചുണ്ടാകുക. ഉണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വായിച്ചു നോക്കാനേ ഉള്ളൂ, എത്ര കോമൺ വരുന്നുണ്ട്, നോൺ കോമൺ ആയിട്ട് എത്ര വരുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഉണ്ടോ ഫസ്റ്റ് ഇവിടെ 44% കോമൺ അല്ല, വ്യത്യസ്തമായ ഫണ്ടാണ്. എന്നാൽ ഭൂരിഭാഗം എന്താണ്, കോമൺ ആയിട്ടുള്ള കമ്പനികളാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അഥവാ 23 സ്റ്റോക്ക് ഇവർ സെയിം കമ്പനിയാണ്, രണ്ട് ഫണ്ടും ഉണ്ടോ. ഇനി നമുക്ക് വേറൊരു ഫണ്ട് ഇപ്പം നിപ്പോണിൻ്റെ അവിടെ നിലനിർത്തിയിട്ട് ഈ SBIയുടെ ഫണ്ട് മാറ്റിയിട്ട് നമ്മൾ വേറൊരു AMCയുടെ ഫണ്ട് എടുക്കാം. ഏതാ, കോണ്ടിൻ്റെ എടുത്ത് നോക്കാം. കോണ്ടിൻ്റെ ലാർജ് ക്യാപ്പ് ഫണ്ട് എടുക്കുകയാണ്, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. കണ്ടോ ഇവിടെ കോമൺ ആയിട്ടുള്ള ഫണ്ട് വളരെ കുറവാണ്. കണ്ടോ 21% ഉള്ളൂ, മറ്റേത് 50% മുകളിലായിരുന്നു. അപ്പൊ ഇത് എന്താണ്, കുറച്ചും കൂടെ ഓവർലാപ്പിംഗ് കുറവുണ്ട്. മറ്റേത് 23 സ്റ്റോക്ക് കോമൺ ആയിരുന്നു, ഇതിൽ കേവലം 14 സ്റ്റോക്ക് രണ്ട് ഫണ്ടും തമ്മിൽ കോമൺ ആയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരേ കാറ്റഗറിയിലുള്ള ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിലധികം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കമ്പനിയുടെ നോക്കിയിട്ട് പരസ്പരം ഓവർലാപ്പിംഗ് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഓവർലാപ്പിംഗ് കുറവുള്ളത് എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ റിസ്ക് ഫ്രീ ആയിട്ട് കിട്ടുക. കാരണം ഒരേ ഫണ്ട് അതേപോലെ തന്നെ മറ്റേത് പെർഫോം ചെയ്യില്ല ശരിക്കും. ചിലതൊക്കെ ഏകദേശമൊക്കെ 90% ചിലതൊക്കെ ഓവർലാപ്പിംഗ് കാണാറുണ്ട്. അങ്ങനെയുള്ള എടുത്തിട്ട് നമ്മൾ രണ്ട് ഫണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം രണ്ടിൻ്റെയും ഹോൾഡിങ്ങിൽ കിടക്കുന്നത് സെയിം കമ്പനിയാണ്. പിന്നെ നമ്മൾ രണ്ട് ഫണ്ട് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഒരേപോലെ അത് പെർഫോം ചെയ്യും. ഇവിടെ കണ്ടു, ഇതിപ്പം നിപ്പോണിൻ്റെ സ്മോൾ ക്യാപ്പും ഇത് തമ്മിൽ ഓവർലാപ്പിംഗ് കുറവാണ്. ഇനി വേറെ കണക്ക് നിപ്പോൺ അവിടെ തന്നെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ നിപ്പോൺ ഇവിടെ നിന്ന് മാറ്റാം. ഇതിന് പകരം ഇവിടെ നമുക്ക് ആദ്യം നോക്കി SBI ഇട്ട് നോക്കാം. SBIയുടെ ബ്ലൂ ചിപ്പും ക്വാണ്ടിൻ്റെ ലാർജ് ക്യാപ്പും ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഉണ്ടോ, ഇതും ഏകദേശം ഓവർലാപ്പിംഗ് കുറവാണ്. 70% നോൺ കോമൺ ആയിട്ടുള്ള ഹോൾഡിംഗ് ആണ് ഉള്ളത്. ഫസ്റ്റ് SBIയുടെ ഇതിൽ കോണ്ടിനെ അപേക്ഷിച്ച് 71% നോൺ കോമൺ ആണ്. ഇവിടെ ഏകദേശം രണ്ട് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഏകദേശം 54%. 10 സ്റ്റോക്ക് എന്തായിട്ടുള്ളൂ, കോമൺ ആയിട്ട് വരുന്നുള്ളൂ. മറ്റേ ആദ്യം നമ്മൾ നോക്കുമ്പോൾ 23 സ്റ്റോക്കിൻ്റെ 23ൻ്റെ മുകളിലായിരുന്നു, 23. ഇവിടെ കണ്ടോ 10 സ്റ്റോക്ക് ഈ രണ്ട് ഫണ്ട് തമ്മിൽ കോമൺ ആയിട്ട് വരുന്നുള്ളൂ അവരുടെ ഹോൾഡിങ്ങിലുള്ളത്. ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോ. ഇപ്പോൾ നമ്മൾ ഓവർലാപ്പിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് AMC എടുക്കുമ്പോൾ അവര് ഹോൾഡിംഗ് പെർസെൻറ്റേജിൽ ഫിനാൻസ് ഇപ്പൊ രണ്ടുപേരും ഒരു 30% ഉണ്ട്, രണ്ടുപേരും IT സെക്ടർ എത്ര പെർസെന്റ്, അതായത് അവര് ഇട്ടേക്കുന്ന സെക്ടറും ഓവർലാപ്പ് ആവുന്നുണ്ടെങ്കിൽ അതൊരു ഓവർലാപ്പിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ കമ്പനികൾ വ്യത്യാസമാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒരാൾ ICICI ആണ്, വേറെ HDFC ആണ്. പക്ഷെ അവര് ഈ അവരുടെ സെക്ടർ ഓവർലാപ്പിംഗ് ചെക്ക് ചെയ്യുന്നിടത്തെ സെക്ടർ നമുക്ക് ഇതിലിപ്പോ നോക്കാൻ കഴിയില്ല, മാനുവലായിട്ട് നമ്മൾ ഹോൾഡിംഗ് എടുത്തിട്ട് രണ്ടിന്റെ വേണമെങ്കിൽ നോക്കണം. ഓക്കെ, പക്ഷെ അത് നമുക്ക് ഓവർലാപ്പിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് അത് ചെയ്യാം. ഇപ്പോൾ ഒന്നിൽ തന്നെ IT സെക്ടറാണ് കൂടുതൽ കിടക്കുന്നത്, മറ്റേതിലും IT സെക്ടറാണ് അവരുടെ മേജർ പാർട്ടെങ്കിൽ ഈ IT സെക്ടറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ രണ്ട് ഫണ്ടും ഒരേപോലെ പ്രശ്നം വരും. അപ്പോൾ ഇതിൽ ഈ ടൂളിൽ പറ്റില്ല. ഇതിൽ കോമൺ ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ കാണിച്ചു തരുള്ളൂ. അത് മാനുവലായിട്ട് നമ്മൾ എടുത്ത് നോക്കിയിട്ട് ഹോൾഡിംഗ് ഒന്ന് എടുത്ത് നോക്കിയാൽ അത് അവിടെ പെർസെൻറ്റേജ് കാണാമല്ലോ, ഓരോ സെക്ടറിൽ എത്രയാണ് കിടക്കുന്നുള്ളതെന്ന്. രണ്ട് ഫണ്ട് എടുത്തിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മതി. അതെ, ചെയ്യാം. അഥവാ ഇപ്പം ചിലപ്പോൾ ഓട്ടോമൊബൈൽ ആയിരിക്കും കിടക്കാൻ പെർസെൻറ്റേജ് അതിൽ കിടക്കാൻ, മറ്റേലും അതിലും സെയിം ആയിട്ട് കിടക്കുവാണെങ്കിൽ ഓവർലാപ്പിംഗ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിൽ നോർമലി നമ്മൾ പൊതുവായിട്ട് പറയുക ഈ കമ്പനികളുടെ സ്റ്റോക്കുകളാണ് നോക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇനിയിപ്പം വേറെ രണ്ട് ഫണ്ട് ഒന്നും കൂടെ നോക്കണം ഇത് വിഷയം ക്ലിയർ ആകാൻ. ഇവിടെ ലാർജിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും നോക്കാം, ഏതെങ്കിലും തീമാറ്റിക്കോ. ഇവിടെ തീമാറ്റിക്ക് എനർജി എടുത്തു, ഏതെങ്കിലും ഒരു കമ്പനിയുടെ നിപ്പോണിൻ്റെ റിസോഴ്സ് എനർജി ഫണ്ട്, SBIയുടെ
എനർജി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, രണ്ടും കൂടെ നമുക്ക് നോക്കാം ഓവർലാപ്പിംഗ് എത്രത്തോളം ഉണ്ട്. ഉണ്ടോ? ഇവിടെ നമുക്ക് ബേസിക് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ പരമാവധി ഓവർലാപ്പിംഗ് കുറഞ്ഞെടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നമുക്ക് ഒരു ഫണ്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതേ എഫക്റ്റ് മറ്റിടത്ത് ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണെങ്കിൽ ഇത് സെയിം ഒരേപോലെ പെർഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പം ഞാൻ സമയം കിട്ടുന്നില്ല, മതിയില്ലേ? ഈ വിഷയം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഞാനിത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എടുത്തു നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിങ്ങിലുള്ള ഫണ്ടൊക്കെ എടുത്തിട്ട് ഓവർലാപ്പിംഗ് എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് കാര്യം മനസ്സിലാവും. ആണല്ലോ? അപ്പോൾ അടുത്തതിലേക്ക് പോട്ടെ. ആ, എഴുതി വെച്ചോളൂ നിങ്ങൾ. ഓവർലാപ്പിംഗ് ടൂൾ എന്ന് ഈ വെബിൻ്റെ പേര് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ മ്യൂച്വൽ ഫണ്ട് ഓവർലാപ്പ് ടൂൾ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഡയറക്റ്റ് ഈ ലിങ്ക് കിട്ടും.